ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ബ്ലൂം വിത്ത് നോളജ്. പഠിക്കാനിരിക്കുന്ന സമയത്ത് മാത്രം പെട്ടെന്ന് ബോറടിക്കുന്നു, ഡിസ്ട്രാക്റ്റഡ് ആവുന്നു, മടി വരുന്നു എന്നതൊക്കെ നമ്മളൊക്കെയും സ്വാഭാവികമായിട്ടും അനുഭവിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. പക്ഷേ നമ്മൾ അത്രയും സ്ട്രോങ് ആയിട്ട് പഠിക്കണമെന്ന് കരുതുമ്പം അല്ലെങ്കിൽ പഠിക്കുന്ന ആ ഒരു പ്രോസസ്സിനെ തന്നെ ഇഷ്ടപ്പെടാൻ റെഡി ആവുമ്പോൾ പിന്നെയുള്ളതൊക്കെ ഈസി ആയിട്ട് നടക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇഷ്ടപ്പെട്ട് എങ്ങനെ പഠിക്കാം എന്നതിനെ പറ്റിയുള്ള 5 കാര്യങ്ങളാണ് പറയാനായിട്ട് പോകുന്നത്. നമ്പർ 1, ക്രിയേറ്റിംഗ് ഇമോഷണൽ കണക്ഷൻ ടു യുവർ ഗോൾസ്. ഇപ്പോൾ ഞാൻ പറയുന്ന പോലെ നിങ്ങൾ ചെയ്യണം. ജസ്റ്റ് കണ്ണുകൾ അടച്ച് നിങ്ങളുടെ ഡ്രീം ലൈഫ് ഒന്ന് വിഷ്വലൈസ് ചെയ്യാം. മേ ബി നിങ്ങൾക്ക് ഒരു ഡോക്ടർ ആവണമെന്നതാവാം, സയന്റിസ്റ്റ് ആവണമെന്നതാവാം, ടീച്ചർ ആവണമെന്നതാവാം, ഓർ നിങ്ങളുടെ ഓൺ കമ്പനി റൺ ചെയ്യുന്നതാവാം. നിങ്ങളുടെ സ്വപ്നം എന്ത് തന്നെ ആയാലും ആ ഒരു പിക്ചർ, ആ ഒരു ഫീലിംഗ് നിങ്ങളുടെ മനസ്സിലോട്ട് കൊണ്ടുവരിക. ഇത് പ്രോപ്പർ ആയിട്ട് വിഷ്വലൈസ് ചെയ്താൽ ആ ഒരു ഇൻസ്റ്റന്റ് ഹാപ്പിനെസ് നിങ്ങൾക്ക് കിട്ടും എന്നത് വേറൊരു കാര്യമാണ്. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ സ്വയം ചോദിക്കണം, ഇന്ന് ഞാൻ പഠിക്കാതിരുന്നാൽ അല്ലെങ്കിൽ എഫേർട്സ് എടുക്കാതിരുന്നാൽ എന്റെ സ്വപ്നത്തിലേക്ക് എത്തിച്ചേരാൻ അതെന്നെ സഹായിക്കുമോ എന്ന്. ഇവിടെ ഒരു കുറ്റബോധം എന്ന ഫീൽ അല്ല വരേണ്ടത്, നിങ്ങൾ എന്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യണം എന്ന ഒരു ഓർമ്മിപ്പിക്കലാണ് വരേണ്ടത്. ഇതിപ്പോ പഠനത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഡ്രീം ലൈഫിലോട്ട് നിങ്ങളെ എത്തിച്ചേക്കാൻ സഹായിക്കുന്ന ഓരോ ചെറിയ കാര്യങ്ങൾക്കും പ്രസക്തിയുണ്ട്. അതുകൊണ്ട് നാളെ എന്ന് പറഞ്ഞ് മടി പിടിച്ചിരിക്കുന്നതിനേക്കാളും മോശം കാര്യം വേറെ ഒന്നുമില്ല. സോ ഇന്ന് തന്നെ ഇപ്പൊ തന്നെ ഇഫേർട്സ് എടുക്കാനായിട്ട് തുടങ്ങുക. നമ്പർ 2, റൊമാൻറ്റിസൈസ് യുവർ സ്റ്റഡി ലൈഫ്. ഇത് സൂപ്പർ ആയിട്ട് വർക്ക് ആവുന്ന ഒരു കാര്യമാണ്. നിങ്ങളുടെ സ്റ്റഡി റുട്ടീനെ ഒന്ന് റൊമാൻറ്റിസൈസ് ചെയ്യാനായിട്ട് തുടങ്ങുക. ഒരു ക്യൂട്ട് ഔട്ട്ഫിറ്റ് ഒക്കെ ഇട്ട് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ലോഫി മ്യൂസിക് ഒക്കെ പ്ലേ ചെയ്ത് പഠിക്കാൻ തുടങ്ങുക. ആൻഡ് നിങ്ങൾ പഠിക്കുന്നത് റെക്കോർഡ് ചെയ്യാം ലൈക്ക് എ മിനി വ്ളോഗ്. ഇതൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ പതിയെ ഈ ഒരു പ്രോസസ്സിനെ തന്നെ അങ്ങ് ഇഷ്ടപ്പെട്ട് തുടങ്ങും. നമ്പർ 3, ദ ലേസി ലൂപ്പ് ആൻഡ് ഹൗ ഐ ബ്രോക്ക് ഇറ്റ്. അതെ, ഞാൻ ഈ ലൂപ്പിനെ വിളിക്കുന്നത് ഇങ്ങനെയാണ്, ദ ലേസി ലൂപ്പ്. നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നത് പഠിക്കാനുള്ള പ്ലാനോട് കൂടെ ആയിരിക്കും. പക്ഷെ ആദ്യം കയ്യിലെടുക്കുന്നത് മൊബൈൽ ഫോൺ ആയിരിക്കുമല്ലേ. പിന്നെ സ്ക്രോൾ ചെയ്ത് സമയം പോകുന്നതും അറിയില്ല. പഠിക്കേണ്ട പ്ലാനിനെ പറ്റി തന്നെ മറന്നിട്ടും ഉണ്ടാവും. ഇവിടെ എത്ര മോട്ടിവേഷൻ ഉണ്ടായിട്ടും ഒരു കാര്യവുമില്ല. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് നിങ്ങൾ എടുക്കുന്ന ആക്ഷനിലാണ് കാര്യം. സോ പെട്ടെന്ന് നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ സഹായിക്കുന്ന ഒരു റൂളാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്, ദ 2 minute റൂൾ. അതെ, ഞാൻ വെറും 2 മിനിറ്റ് മാത്രം പഠിക്കാൻ പോവാണ് എന്ന് സ്വയം പറയാ ആൻഡ് ദെൻ സ്റ്റാർട്ട് സ്റ്റഡിങ്. ഞാൻ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു 30 മിനിറ്റ് ഓർ 40 മിനിറ്റ് നേരത്തേക്ക് എനിക്ക് പഠിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവും. ഇവിടുത്തെ കീ എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യുക എന്നതാണ്, ഈവൻ വിത്ത് ദ സ്മാളസ്റ്റ് സ്റ്റെപ്പ്. എനിക്കിത് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കാം. ഇനി നമുക്ക് 4ാമത്തെ കാര്യം നോക്കാം, ഹൗ ഐ ടേൺഡ് ബോറിംഗ് ഇൻ ടു ബ്യൂട്ടിഫുൾ. എത്രയൊക്കെ ഇഷ്ടമുള്ള സബ്ജക്റ്റ് ആണെന്ന് പറഞ്ഞാലും ചില ബോറിംഗ് ചാപ്റ്റർ അല്ലെങ്കിൽ ടോപ്പിക്ക് വരാം. അങ്ങനെയുള്ള ടോപ്പിക്ക് പഠിക്കുമ്പം ഇനി പറയുന്ന രീതിയിൽ നിങ്ങളുടെ ചുറ്റും ഒരു ചേഞ്ച് കൊണ്ടുവരാം. ലൈക്ക് ഒരു ക്യാൻഡിൽ കത്തിക്കാം, സോഫ്റ്റ് ഇൻസ്ട്രുമെന്റൽ മ്യൂസിക് പ്ലേ ചെയ്യാം, നിങ്ങളുടെ സ്റ്റഡി നോട്ട്സ് എസ്തെറ്റിക് ആക്കി എഴുതാം. അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങളുടെ ചുറ്റും ഒരു കോസി വൈബ് കൊണ്ടുവരാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡും എൻഗേജ്ഡ് ആവാനും ശ്രമിക്കൂ. ആ ടോപ്പിക്ക് പതിയെ നമ്മൾ പഠിക്കും. ഒരു തവണ 1 മണിക്കൂർ നേരത്തേക്ക് ഈ ഒരു വൈബ് സ്റ്റഡി ഏരിയയിൽ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം പഠിക്കൂ. യു വിൽ താങ്ക് മീ ലേറ്റർ. ഇനി 5ാമത്തെ കാര്യം നോക്കാം, ദി ട്രൂത്ത് അബൌട്ട് കൺസിസ്റ്റൻസി. നിങ്ങൾ ഒരു ദിവസം 8 മണിക്കൂർ പഠിച്ചു, പിന്നെയുള്ള 5 ദിവസത്തേക്ക് പഠിച്ചേ ഇല്ല എന്ന് വെച്ച് അത് ഒരു വലിയ കാര്യമാവുന്നേ ഇല്ല. ഫോക്കസ്ഡ് ആയിട്ട് 1 മണിക്കൂർ ഒരു ദിവസം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയെങ്കിൽ അത് എന്നോ പഠിച്ച 8 മണിക്കൂറിനേക്കാൾ പവർഫുൾ ആണ്. നിങ്ങളുടെ ഫ്രണ്ട്സ് ഡെയിലി അങ്ങനെയൊക്കെ പഠിക്കുന്നുണ്ടാവാം ആൻഡ് അതും പറഞ്ഞ് എനിക്ക് അതിന് കഴിയുന്നില്ല എന്ന് പറഞ്ഞ് കമ്പയർ ചെയ്തിരിക്കരുത്. ഈ കമ്പാരിസൺ ആദ്യം ഒഴിവാക്കുക. എന്നിട്ട് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ക്വാണ്ടിറ്റിനേക്കാളും ക്വാളിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. സോ ഗൈസ്, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോ. ആൻഡ് ഇത് ഒരാൾക്കെങ്കിലും യൂസ്ഫുൾ ആയിരുന്നുണ്ടെങ്കിൽ ദെൻ ഐ ആം ഹാപ്പി. അപ്പോൾ നമുക്കിനി അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണാം.